ശ്രീത് പണിക്കർ ഇനിയിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ പിന്മാറുന്നത് കാണാൻ സാധിക്കും. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് കൂറില്ലാത്ത ഞങ്ങളെ പോലുള്ളവര്. ശരി, ശ്രീത് പണിക്കർ, ഇനിയിപ്പോൾ ഈ 4 ദിവസം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഇ.ഡി. കഴിഞ്ഞ ദിവസം അനുകൂലമായിട്ടൊരു ഉത്തരവ് കിട്ടി മിന്നൽ നീക്കമായിരുന്നു നടത്തിയത്, റെയ്ഡ് ഉൾപ്പെടെ പോയിരുന്നു. ഇപ്പോൾ ഇ.ഡിക്ക് മുന്നിൽ 4 ദിവസമുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം, ഇന്നുൾപ്പെടെ ഇ.ഡിക്ക് പ്രവർത്തിക്കാം. അത് വീണ വിജയനെതിരെയുള്ള നടപടികളും തുടരാം. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇ.ഡി പോകാൻ സാധ്യതയുള്ളതായി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? അതോ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടിയിട്ടേ അടുത്ത നടപടികളിലേക്ക് പോകൂ എന്നുള്ളതാണോ? അല്ല, അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വീണയുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്ന് പോകുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. ഇ.ഡി തന്നെ ആദ്യം റെയ്ഡുകൾ നടത്തിയിരുന്ന സമയത്ത് അവരതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ പിടിച്ചെടുക്കുന്നു. ഇനി അതിൻ്റെ ഫർദറായിട്ടുള്ള മറ്റ് അന്വേഷണങ്ങളും നടപടികളും വെരിഫിക്കേഷനും ഒക്കെ തന്നെ നടക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് വീണ്ടും അവരുടെ പ്രമിസസിലേക്കൊക്കെ പോകേണ്ടുന്ന ആവശ്യം ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല. അതല്ലാതെ അവർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊക്കെ തന്നെ എന്തായാലും അടുത്ത ദിവസങ്ങളിലും തുടർന്ന് പോകാനുള്ള സാധ്യതയാണ്. ഫൈനലി അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച കോടതി പറയുന്നത് എന്താണോ അതിനനുസരിച്ച് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്ന 2 വർഷം അതൊരു അബയൻസിൽ വെച്ചിട്ട് വീണ്ടും ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം ആ കേസ് അത്രത്തോളം സ്ട്രോങ് ആണ്. ഈ വീണ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ SFI ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു IT കമ്പനിയുടെ പ്രവർത്തനം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് നേരത്തെ ശ്രീ വെമ്പായം നസീർ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെലിബ്രിറ്റീസിനെ ഉപയോഗിക്കുന്നത് പോലെയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിനൊരു പാരലൽ അല്ല, അതിൻ്റെ ഒരു കമ്പാരിസൺ അല്ല. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ERP സോഫ്റ്റ്വെയർ വേണം ഈ കമ്പനിയുടെ HR-ഉം ഫൈനാൻസും മറ്റെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ERP സോഫ്റ്റ്വെയർ വേണമെന്നും അത് കസ്റ്റമായിട്ട് ഇവർ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിൻ്റെ ഡിസൈന്, അതിൻ്റെ മോഡ്യൂളുകളുടെ ഡിസൈനെ ഒക്കെ തന്നെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വർഷം എടുത്തു എന്നാണ് പറയുന്നത്. അത് വലിയൊരു കാലയളവാണ്, 2 വർഷം അതിൻ്റെ ഡിസൈൻ ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഓരോ തവണയും അവരെ കാണിക്കുന്ന സമയത്ത് ഈ CMRL ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അർജൻസി ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവരതിൽ മാറ്റങ്ങൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ ഇതിന് മോഡ്യൂളുകൾ ഏതൊക്കെയാണ്, ഇപ്പോൾ HR-ൻ്റെ മോഡ്യൂളാണ്, അല്ലെങ്കിൽ ഇൻവെൻട്രിയുടെ മോഡ്യൂളാണ്, അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റിൻ്റെ ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ മോഡ്യൂളാണ് എങ്കിൽ ആ മോഡ്യൂളുമായി ബന്ധപ്പെട്ട് ഡിസൈനൊക്കെ ഇങ്ങനെ മാറ്റാനായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇത് ആരാണ് ചെയ്യുന്നത്? ആ ചെയ്യുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇവരുടെ കമ്പനിയിൽ റെക്കോർഡ് ഉണ്ടാവേണ്ടതല്ലേ? ഞാൻ പറഞ്ഞത് ഇമെയിലായിട്ടൊന്നും അയക്കണമെന്നില്ല, പക്ഷേ അവരുടെ കമ്പനിയിൽ ഇത് ആൾക്കാർ ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ഉണ്ടാകും. ഓരോ തവണയും ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ പേഴ്സൺ മീറ്റിങ്ങിന് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.